ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ചെമ്മീൻ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പെരട്ടാണ്. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കൂടുതൽ പണിയൊന്നുമില്ല, വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 100 ഗ്രാം ചെറിയുള്ളിയാണിത്. ഇനി അതിലേക്ക് ഒരു ഇഞ്ച് ഇഞ്ചി കഷ്ണം ഇതുപോലെ ചെറുതായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി കുറേ ഇടാൻ പാടില്ല, കുറച്ച് മാത്രമേ ഇടാൻ പാടുള്ളൂ. അതിനുശേഷം ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 4-5 എടുക്കുക. അതിനുശേഷം കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. പുളി എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് പുളി എടുത്താൽ മതി. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് നമുക്കിതിന് ആവശ്യം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചുവപ്പ് മുളക് ചേർക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മളിത് നന്നായിട്ട് ചതച്ചെടുത്താൽ മതി, അരച്ചെടുക്കാൻ പാടില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മസാലക്കൂട്ടെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ മസാല കംപ്ലീറ്റ് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത്രയും ഇടാം. കറിവേപ്പില കൂടുതൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ആദ്യം തന്നെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ മസാല ഇതിലേക്ക് പിടിപ്പിക്കണം. അതിനുശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇപ്പം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ഒരു റെസിപ്പി നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു കൂട്ട് കംപ്ലീറ്റ് ഇതിലേക്ക് ഇടുക. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ആദ്യം തന്നെ നമ്മളിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും വേണം. ഇപ്പം നോൺ സ്റ്റിക്കിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കേ ചെയ്യേണ്ട. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു മൺചട്ടിയിലായതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്കേ എടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒട്ടും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം നോക്കണം. കരിഞ്ഞു പോകുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് അങ്ങ് ചേഞ്ച് ആയി പോകും. നമ്മളിത് നോക്കി നന്നായിട്ട് വഴറ്റി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്കേ വഴറ്റി കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില നമ്മൾ എത്രയധികം ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മേലെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ആക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് പിന്നെ വഴറ്റി കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് പിന്നെയും ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എടുത്ത് മാറ്റേണ്ടത്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, കൂടുതൽ മസാല അങ്ങനെ ഒന്നും ചേർക്കണ്ട. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം, മറക്കരുത്. അപ്പം നമുക്ക് ഇതുപോലെ നല്ലൊരു സൂപ്പറായിട്ടുള്ള അതും ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.